ഹോളിലോട്ട് കയറി വരുമ്പോൾ തന്നെ മെയിൻ ആയിട്ട് കാണുന്ന ഒരു ഭാഗമാണല്ലോ ഈ ഒരു സ്റ്റെയർ. അതുകൊണ്ട് തന്നെ ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റെയർ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെ സ്ത്രീകൾക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അതന്നെ ഇവിടുത്തെ കിച്ചൺ ആണ് കേട്ടോ ഇനി നോക്കാൻ പോകുന്നത്. അസ്സലാമുഅലൈക്കും, നമസ്കാരം. ഹൈസം വ്ലോഗിന്റെ മറ്റൊരു അടിപൊളി ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5 സെന്റിൽ 1800 സ്ക്വയർ ഫീറ്റിൽ ഷിഹാബ് നിലു ദമ്പതികൾക്ക് വേണ്ടിയിട്ട് അതിമനോഹരമായിട്ട് പണി കഴിപ്പിച്ച വീടിന്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയാണ് കേട്ടോ. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളോട്ട് പോകുന്നതിന് മുന്നായിട്ടേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്. ഏതൊരാളുടെയും കണ്ണിനെ ആകർഷിക്കുന്ന തരത്തിൽ അതിമനോഹരമായിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ പൊതുവേ കാണുന്ന ആ ഒരു ഡിസൈനിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ഡിസൈൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. വീടിന്റെ A to Z കാര്യങ്ങൾ വളരെ വൃത്തിയിൽ ഇത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് ഇവരുടെ തന്നെ ഫാമിലി മെമ്പർ ആയിട്ടുള്ള നെഹനു ആണ് കേട്ടോ. വീടിന്റെ ഈ ഒരു ഫ്രണ്ട് എലിവേഷന്റെ ഭംഗി പോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് കേട്ടോ പെയിന്റിങ്. നല്ല അടിപൊളി കളർ കോമ്പിനേഷനിലാണ് പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു മനോഹരമായ കാര്യമാണ് കേട്ടോ നമ്മുടെ സിറ്റ് ഔട്ടിനോട് ചേർന്ന് കൊടുത്തിട്ടുള്ള ഈ ഒരു ഷോ വോൾ. നല്ല ഭംഗിയായിട്ട് ഫ്രണ്ടിലായിട്ട് ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്ന അവിടെ ജിയായിൽ ആ ഒരു റെയിലിംഗ് കൂടെ ചെയ്തപ്പോൾ പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ കാണാന്. പിന്നെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് നോക്കിയാൽ അത്യാവശ്യത്തിലേറെ തന്നെ മുറ്റം വരുന്നുണ്ട് കേട്ടോ. മുറ്റത്തായിട്ട് ഇതുപോലെ മെറ്റലാണ് വിരിച്ചിട്ടുള്ളത്. നമുക്കിനി നമ്മുടെ സിറ്റ് ഔട്ടിലെ വിശേഷങ്ങൾ നോക്കല്ലേ. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഇവിടെ ഫ്രണ്ടിൽ നീളത്തിൽ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റെപ്പിലായിട്ടും സിറ്റ് ഔട്ടിന്റെ ബോർഡറിലായിട്ടും ഗ്രാനൈറ്റ് ആണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ ഈ ഒരു ഭാഗത്ത് വരാണെങ്കിൽ നമ്മുടെ എക്സ്റ്റീരിയറിലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണല്ലേ ഇത്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇതിന്റെ ഈ ഒരു പിറകിലോട്ടായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് ജസ്റ്റ് ഇറങ്ങാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് ഗാർഡനിങ് ഏരിയാസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നല്ലൊരു സ്പേസ് ആണ് കേട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സിറ്റ് ഔട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ ഈ ഒരു സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ വുഡിന്റെ 3 ചെയർ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ചെയറിന് ഏകദേശം 2400 രൂപ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചെയർ കൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു പില്ലർ കൊടുത്തിട്ട് ഒരു സിറ്റിംഗ് ഏരിയയും ചെയ്തിട്ടുണ്ട്. ഇതിന് ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ പെയിന്റിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ലൈറ്റ് കളേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടിപൊളി കളർ കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ എക്സ്റ്റീരിയറിന്റെ ഈ ഒരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത ഈ ഒരു ഭാഗം ഇവിടെ ആയിട്ട് ഇതുപോലെ ഒരു സർക്കിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ സിറ്റ് ഔട്ടിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നോക്കിയ ഈ വോളില് അടിപൊളിയായിട്ട് എക്സ്റ്റീരിയറിനെ ഭംഗിയാക്കുന്ന തരത്തിലാണ് വിൻഡോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒപ്പം നമുക്ക് അകത്തുനിന്ന് പുറത്തേക്ക് ആരാ വന്നതെന്നൊക്കെ കാണാൻ പറ്റുന്ന തരത്തിലാണ് വരുന്നത്. നമ്മുടെ ഈ ഒരു വിൻഡോയും അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ഡോറൊക്കെ വന്നിട്ട് പ്ലാവിന്റെ വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഡബിൾ ഡോർ ആയിട്ടാണ് വരുന്നത്. 2 ഡോറിലായിട്ടും 2 സ്റ്റീലിന്റെ വലിയ ഹാൻഡിൽസ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അങ്ങനെ ഡോർ തുറന്ന് അകത്തെത്തിയിട്ടുണ്ട് കേട്ടോ. എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ ഇവിടെ ഇന്റീരിയർ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ കയറി വരുമ്പോൾ എന്റെ ഇടത് വശത്തായിട്ടാണ് ഇവിടുത്തെ ലിവിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു സ്പേസിൽ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇവിടെ ലിവിംഗ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്പേസിലേക്ക് ഒതുങ്ങിയ തരത്തിൽ L ഷേപ്പിലായിട്ട് ഇവർ കസ്റ്റമൈസ് ചെയ്യിച്ച സോഫ സീറ്റർ ആണ് കേട്ടോ ഇത്. ഇതിന് ഏകദേശം 38,000 രൂപയാണ് ആയിട്ടുള്ളത്. നടുക്കായിട്ട് ഒരു കാർപ്പറ്റ് ഒക്കെ വിരിച്ചിട്ട് അതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പൊതുവെ കാണുന്നതിലും ഇതുപോലെ ഡബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ടീ ടേബിൾ തന്നെയാണ് കേട്ടോ. വീടിനുള്ളിലോട്ട് പ്രകാശം കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അതിനായിട്ട് ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് യൂസ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് അത്യാവശ്യം വലിയ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വിൻഡോസിലൊക്കെ ആയിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ടോട്ടൽ ആയിട്ട് കർട്ടൻ ചെയ്യാൻ ഏകദേശം 20,000 രൂപയാണ് ഇട്ടായിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് നമ്മുടെ TV യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. അതിന് മുന്നായിട്ട് നോക്കുകയാണെങ്കിലേ നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോൾ തന്നെ ഒരു ഭാഗത്തായിട്ട് ലിവിംഗ് സ്പേസും കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്റ്റെയറിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ സ്റ്റെയറിന്റെ താഴെയായിട്ടാണ് ഇവിടെ നമ്മുടെ ഈ ഒരു TV യൂണിറ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. അവിടെ ആയിട്ട് നിലവിൽ ഇപ്പൊ ഇതുപോലെ ഒരു ഡ്രോയർ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഹോളിലോട്ട് കയറി വരുമ്പോൾ തന്നെ മെയിൻ ആയിട്ട് കാണുന്ന ഒരു ഭാഗമാണല്ലോ ഈ ഒരു സ്റ്റെയർ. അതുകൊണ്ട് തന്നെ ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റെയർ ഇവിടെ ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ മാത്രമല്ല നമ്മുടെ ഡൈനിങ് ഏരിയ ഒക്കെ വിസിബിൾ ആവുന്ന തരത്തിൽ തന്നെ ഒരു പാർട്ടീഷൻ ബോളൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹോളിലോട്ട് കയറി വരുമ്പോൾ തന്നെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ നല്ല അടിപൊളിയായിട്ട് ജിപ്സം സീലിംഗ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കയറി വരുന്ന ഈ ഒരു പാസേജിലായിട്ടും അതേപോലെ തന്നെ ലിവിംഗിന്റെ ഈ
ഈ ഒരു സ്പേസിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ വുഡൻ വൈറ്റ് തീമിൽ പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, യൂസ് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കൂടാതെ ഒത്തിരി വോൾ ലൈറ്റ്സും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ടിലും കൂടാതെ ഇവിടെ ഒക്കെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ഏകദേശം 100 രൂപ വരുന്ന മാർബിൾ ആണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഈ ഒരു സ്റ്റെയറിന്റെ സ്പേസിനെ നമ്മുടെ ഡൈനിങ്ങിനെയും കൂടി പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഒരു പാർട്ടീഷൻ വോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് മൾട്ടിവുഡിലാണ് കേട്ടോ. ഇതിലായിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു ഗോൾഡൻ ലൈൻസുകൾ കണ്ടില്ലേ, പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ലുക്കിനെ എക്സ്ട്രീം ലെവൽ ആക്കുന്നത് ഈ ഒരു ലൈൻസിനാണ് കേട്ടോ. ഈ ഒരു പാർട്ടീഷൻ വോളിൽ ഈ ഒരു ഭാഗം മൾട്ടിവുഡിലാണ് കേട്ടോ. മറിച്ച് നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതുപോലെ ഷോക്കേസിങ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു ബോക്സ് ടൈപ്പ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് ഈ ഒരു വെർട്ടിക്കൽ ആയിട്ട് വരുന്നത് പ്ലൈവുഡിലാണ് കേട്ടോ വരുന്നത്. കൂടാതെ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം വന്നിട്ട് മൾട്ടിവുഡിലാണ്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നമ്മൾ പൊതുവേ കാണുന്നതിലും ഒരു വെറൈറ്റി ഡിസൈനിലാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു വുഡൻ വൈറ്റ് തീമിലാണ് കേട്ടോ വരുന്നത്. ജിഐയിലാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഈ ഒരു ഭാഗം സെറ്റ് ചെയ്യാനായിട്ട് ഒരു 25,000 രൂപയാണ് കേട്ടായിട്ടുള്ളത്. നമ്മൾ ആ ഒരു ഭാഗത്ത് കണ്ട പോലെ തന്നെ ഷോക്കേസും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫെസിലിറ്റീസ് ഇവിടെ ആയിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയയിലോട്ട് വരാം. ഈ ഒരു സ്പേസിൽ അത്യാവശ്യം വലിയൊരു ടേബിൾ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ടേബിൾ ടോപ്പിലായിട്ട് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് കേട്ടോ വരുന്നത്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് അറേഞ്ച്മെന്റ്സ്. ഫുഡിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള ചെയേഴ്സും വരുന്നുണ്ട്. ഇനി ഈ ഒരു കോർണറിലായിട്ട് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് എന്ന അടിപൊളി ലുക്കിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വലിയ സർക്കിൾ മിറർ ആണ് കേട്ടോ. ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ വൈറ്റ് കളറിലാണ് നമ്മുടെ ടോപ്പും അതേപോലെ തന്നെ വാഷ് ബേസറും വൈറ്റ് കളറിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ ഏറ്റവും ഹൈലൈറ്റ് ഉള്ള ഒരു ഭാഗമാണ് കേട്ടോ ഇത് വന്നിട്ട് സിമ്പിൾ ആയിട്ട് എന്നാൽ ഭംഗിയായിട്ട് ചെയ്ത ഒരു ഡിസൈനാണ്. ഇതുപോലെ ഒരു ആർച്ച് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ സെയിം ഡിസൈൻ ഇവിടുന്ന് നമ്മുടെ സീലിംഗിലോട്ടും പോകുന്നുണ്ട് കേട്ടോ. ഇതിലായിട്ട് ഈ ഒരു ആർച്ചായിട്ട് ഈ ഒരു ബോർഡർ ജിഐയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിനായിട്ടുള്ളത് ഈ ഒരു ബോർഡർ മാത്രം സെറ്റ് ചെയ്യാൻ ഏകദേശം ഒരു 5,000 രൂപയാണ് ആയിട്ടുള്ളത്. ഉള്ളിലായിട്ട് ടെക്സ്റ്റർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ബ്യൂട്ടിഫുൾ ആയിട്ട് 2 വോൾ ലൈറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സീലിംഗിന്റെ ആ ഒരു ഭാഗത്തോട്ട് പോവുകയാണെങ്കിൽ നീളത്തിൽ തന്നെ പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്റ്റെയർ ഏരിയന്റെ വോൾ ആ ഒരു സീലിംഗിലോട്ടും ഈ ഒരു സെയിം ഡിസൈൻ ആണ് വരുന്നത്. സോ ബ്യൂട്ടിഫുൾ ആയിട്ട് വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ സിലിണ്ടർ ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈനിന്റെ മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റും അതേപോലെ തന്നെ ഈ ഒരു ഭാഗം പുറത്തോട്ട് വിസിബിൾ ആവുന്ന രീതിക്ക് തന്നെ അവിടെ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റീരിയർ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമുക്ക് പുറത്തോട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഹാങ്ങിങ് ലൈറ്റും ഈ ഒരു ലൈറ്റിങ്ങിന്റെ കാര്യമൊക്കെ അതേപോലെ ഈ വോളിൽ കൊടുത്ത ഡിസൈൻ ഒക്കെ പുറത്തോട്ട് കാണുന്നുണ്ട്. സോ നല്ല ഭംഗിയാക്കിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സെയിം നമ്മൾ ഈ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും ഉള്ളിലോട്ട് പ്രകാശം കിട്ടുന്ന തരത്തിൽ തന്നെ വലിയൊരു വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആഗ്രഹത്തോട് കൂടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലേ ഓരോരുത്തരും ഓരോരോ വീട് വെക്കുന്നത്. ഇന്ന് ഭൂരിഭാഗം ആളുകളും നേരിടുന്ന ഒരു പ്രശ്നമാണ്. വീട് അങ്ങോട്ട് വെച്ച് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേന് ഒരു മഴ ഉണ്ട് പെയ്ത് വീടൊന്നാകെ ചോർന്ന് നിൽക്കാൻ തുടങ്ങി. നല്ലോണം ലീക്ക് വരിക. അല്ല എന്നുണ്ടെങ്കിൽ നല്ല വേനൽക്കാലത്ത് ചൂടുകൊണ്ട് വീടിനകത്ത് നിൽക്കാനും പറ്റാത്ത അവസ്ഥ. ഈ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നവരാണോ നിങ്ങൾ? നമ്മുടെ വീടിനുണ്ടാവുന്ന ലീക്ക് അതേപോലെ തന്നെ വീടിന് നല്ലൊരു തണുപ്പും കൂളിംഗ് എഫക്റ്റ് ഒക്കെ തരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വാട്ടർ പ്രൂഫിങ്ങിനെ പറ്റിയിട്ടാണ് കേട്ടോ. പഴയ വീടായിക്കോട്ടെ പുതിയ വീടായിക്കോട്ടെ ഇന്നത് ചെയ്യുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായി മാറിയിരിക്കുക അല്ലേ. നമ്മുടെ പരപ്പനങ്ങാടിയിലുള്ള ലൈഫ് ലൈൻ വാട്ടർ പ്രൂഫിംഗ് കേരളത്തിൽ എവിടെയും വന്നിട്ട് ഈ ഒരു പ്രശ്നം എന്നേക്കുമായിട്ട് പരിഹരിച്ചു തരുന്നതാണ് കേട്ടോ. മക്കളെ 1 അല്ല 2 അല്ല 20 വർഷത്തെ വാറന്റി ആണ് കേട്ടോ ഈ ഒരു മുതലിന് ഇവർ ഓഫർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പവർ ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമ്മളിത് 10 വർഷം പ്രൊഡക്റ്റ് വാറന്റി 10 വർഷം സർവീസ് വാറന്റിയാണ്. കസ്റ്റമർക്ക് നമ്മളത് പേപ്പറായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വാറന്റിക്ക് പുറമെ ഇവരുടെ ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ആണ്. അതേപോലെ തന്നെ 100% അടിപൊളി വർക്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒരു വിശ്വസിക്കാവേ. അപ്പൊ ഈ ഒരു വാട്ടർ പ്രൂഫിംഗ് പ്രോസസ്സിലൂടെ ഒരു 6 ലെയർ കോട്ടിംഗ് ആണ് കേട്ടോ നമ്മുടെ ടെറസിന് കൊടുക്കുന്നത്. സോ ലീക്കിന് എന്നേക്കുമായിട്ട് വിടയാണ്. അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവരെന്നെ പറയുന്നുണ്ട്, ഒന്ന് കേട്ടോക്കെ. അപ്പൊ നമ്മള് പ്രഷർ മെഷീൻ ക്ലീൻ ആക്കിട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഈ പൊട്ടി പൊളിഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മളിവിടെ ഈ പ്ലാസ്റ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ടിംഗ് ആണ് ഈ പ്രൈമർ കോട്ട് വരുന്നത്. അതപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രൈമർ കോട്ട് കഴിഞ്ഞാൽ സെക്കൻഡാമത്തെ നമ്മളിത് ഫൈബർ മെഷ് 45 GSM ഫൈബർ മെഷ് വിരിച്ചിട്ടാണ് രണ്ടാമത്തെ കോട്ടിന് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു നെറ്റ് ഉണങ്ങിയതിന് ശേഷം വീണ്ടും കോട്ടിങ് കൊടുത്ത് ആകെ മൊത്തം 6 ലെയർ ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പൊ ഇനി വീട് വെക്കലൊക്കെ കഴിഞ്ഞിട്ട് ലീക്ക് വരുമ്പോഴല്ലേ അപ്പൊ നോക്കാന്ന് പറഞ്ഞാൽ ഇതൊരു ഇരട്ടി പണിയാവും. സോ മുൻകരുതലായിട്ട് ഇപ്പൊ തന്നെ വാട്ടർ പ്രൂഫിംഗ് കൊടുത്തോളൂ കേട്ടോ. അപ്പൊ ഇവരുടെ ഈ ഒരു സർവീസ് ഓൾ കേരള അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ കോൺടാക്ട് ചെയ്യാനായിട്ട് താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ.
ഇനി നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ആയിട്ട് അടിപൊളിയായിട്ട് ഒരു ഷോ കിച്ചൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ 3 ബെഡ്റൂം ആണ് കേട്ടോ വരുന്നത്. താഴെ 2 ബെഡ്റൂമും മുകളിലായിട്ട് ഒരു ബെഡ്റൂമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്റെ ഈ 2 വശത്തായിട്ടാണ് ഇവിടുത്തെ 2 ബെഡ്റൂംസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ ബെഡ്റൂം ഒക്കെ നോക്കിയല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിൽ എത്തിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 ഭാഗത്തായിട്ട് സൈഡ് ടേബിൾസ് ഒക്കെ കാണാം. നമ്മുടെ ഈ ഒരു കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് വോളിലായിട്ടാണ് കേട്ടോ വാർഡ്രോബിന്റെ സെറ്റിംഗ്സ്. പാർട്ടിക്കൽ ബോർഡിലാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. തൊട്ടടുത്തായിട്ട് മിറർ യൂണിറ്റും വരുന്നുണ്ട്. ഈ റൂമിൽ മറ്റൊരു മനോഹരമായിട്ടുള്ള ഭാഗം ഇവിടുത്തെ സീലിംഗ് തന്നെയാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ട് എന്നാൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒരുപാട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. നല്ല ഭംഗിയായിട്ട് തന്നെ ഷോ വോളിൽ ഇവിടെ ടൈല് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ വൈറ്റ് കളറിൽ ടൈല് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് കേട്ടോ. വാഷേരിന്റെ യൂണിറ്റും മിറർ യൂണിറ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് നോക്കുന്നത്. ആദ്യം കണ്ട ബെഡ്റൂം പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എങ്കിലും ഈ ഒരു കളർ തീം നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുഷ്യൻ വരുന്ന ടൈപ്പ് കോട്ടാണ് കേട്ടോ. അപ്പൊ ആ ഒരു കോട്ടിന്റെ കുഷ്യന്റെ കളറും അതുപോലെ തന്നെ ഈ ഒരു പെയിന്റിങ്ങും കർട്ടന്റെ കളറും ഒക്കെ നല്ല അടിപൊളി മാച്ച് ആയിട്ടുണ്ട് കേട്ടോ. 2 ഭാഗത്ത് 2 സൈഡ് ടേബിൾസും കൂടാതെ അവിടെ നമ്മുടെ ആ ഒരു ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് സീലിംഗിൽ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു വുഡൻ തീമിൽ ഡിസൈൻ കൊടുത്തിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്തോട്ടും ഇതുപോലെ ഡിസൈനിങ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെയും കോട്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വാർഡ്രോബിന്റെ സെറ്റിംഗ്സ് വന്നിട്ടുള്ളത്. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വാർഡ്രോബാണ് കേട്ടോ. തൊട്ടടുത്തായിട്ട് മിറർ യൂണിറ്റും അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ റൂമിലെ ബാത്റൂം ഒന്ന് നോക്കാവേ. ആദ്യത്തെ ബാത്റൂം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ടൈലും വാശേരിയുടെ മിറർ യൂണിറ്റും ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല സൗകര്യമുള്ള ബാത്റൂമാണ് കേട്ടോ ഇതും. അപ്പൊ നമ്മൾ അങ്ങനെ സ്ത്രീകൾക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അതെന്നെടോ ഇവിടുത്തെ കിച്ചൺ ആണ് കേട്ടോ ഇനി നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് അത്യാവശ്യം സൗകര്യമൊക്കെ കൊടുത്ത് ചെയ്തൊരു കിച്ചൺ ആണ്. ഇവിടെ നമ്മുടെ എൻട്രൻസിന്റെ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഒരു കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട്. അവിടെ ബേസിലായിട്ട് നാനോ വൈറ്റ് ആണ് കേട്ടോ. കൂടാതെ നല്ല ഭംഗിയായിട്ട് തന്നെ പാനൽ കൊടുത്ത് ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കിച്ചന്റെ ഉള്ളിലോട്ട് വരുമ്പോൾ കയറി വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഒരു കുഞ്ഞു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എൽ ഷേപ്പിലായിട്ടാണ് നമ്മുടെ ഈ ഒരു റാക്ക് വരുന്നത്. കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ. താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ ഓരോന്നിനും അത് ക്യാബിൻസ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ആ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ താഴെ കണ്ട പോലെ തന്നെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിലും ചെറുതും വലുതുമായിട്ട് ഓപ്പൺ ആയിട്ടും അല്ലാതെയും ഒരുപാട് ക്യാബിൻസ് വരുന്നുണ്ട് കേട്ടോ. ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗത്ത് നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സോ അല്ലെങ്കിൽ ഷോ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കാൻ പറ്റൂലേ. ഇനിയിപ്പോ ഈ ഒരു ക്യാബിന്റെ കൂട്ടത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ഡോർ വരുന്ന ക്യാബിനും ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്രോക്കറി ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്യാനും പറ്റും. നമ്മുടെ ഈ ഒരു കിച്ചണിലോട്ട് നല്ല വെന്റിലേഷനും പ്രകാശമൊക്കെ കിട്ടുന്ന രീതിക്ക് ഇവിടെ ആയിട്ട് മിനി വിൻഡോസ് വരുന്നുണ്ട് കേട്ടോ. അവിടെ കർട്ടൻ കൊടുത്തിട്ടുണ്ടേ. അപ്പൊ ഇനി നമ്മുടെ ഈ ഒരു ഷോ കിച്ചണിൽ നമുക്ക് പുറത്തോട്ട് വരികയാണെങ്കിൽ ഒരു വർക്കിംഗ് കിച്ചൺ വരുന്നുണ്ട്. എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ട് നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് കേട്ടോ. സിങ്കും അടുപ്പും റാക്കും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല സൗകര്യത്തിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കിനി നമ്മുടെ മുകളിലത്തെ വിശേഷങ്ങൾ നോക്കല്ലേ. നമ്മുടെ സ്റ്റെയറിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ സ്റ്റെപ്പൊക്കെ നമ്മൾ വുഡൻ ടൈപ്പിൽ വരുന്ന സ്റ്റെയർ ഉണ്ടാവില്ല, അതേപോലെ നല്ല ഭംഗിയാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പിലായിട്ട് വുഡൻ ടൈപ്പ് ടൈലും അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് റെയിൽ വന്നിട്ട് ജിയായിലാണ്. ടോപ്പ് റെയിലായിട്ട് മഹാഗണി വുഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ജസ്റ്റ് പാസേജ് ആണ് കേട്ടോ വരുന്നത്. ഈ ഒരു പാസേജിന് ഈ ഒരു എൻഡിൽ ഇതുപോലെ ഈ ഒരു റെയിലിംഗ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഏരിയ കാണാൻ. മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് ഈ കൊടുത്ത സീലിംഗ് ഡിസൈനാണ്. താഴെ ഫ്ലോറിൽ നമ്മൾ മാർബിൾ അല്ലേ കണ്ടത്. ഇവിടെ വരുമ്പോൾ നമ്മുടെ ഫ്ലോർ ചേഞ്ച് വരുന്നുണ്ട്. ഇവിടെ പ്ലെയിൻ ആയിട്ട് വൈറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബോർഡറിലായിട്ട് നോക്കുകയാണെങ്കിൽ വുഡൻ ടൈപ്പിൽ വരുന്ന ടൈലാണ് കേട്ടോ. ഇവിടെ നമ്മൾ നിന്നിട്ടേ ഇവിടുന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് വ്യൂ ഉണ്ടല്ലോ, അത് വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്തോളേ. അപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമാണ്. താഴെ കണ്ട 2 ബെഡ്റൂമിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ്, വളരെ ഭംഗിയിലാണ് ഈ ബെഡ്റൂമുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഒരു ഗ്രേ കളർ തീമിലാണ് കേട്ടോ വരുന്നത്. നല്ല അടിപൊളി കളർ കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ കുഷനൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്ത കോട്ടാണ്. 2 ഭാഗത്തായിട്ട് സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. അവിടെ വരുന്ന സിംഗിൾ വിൻഡോസിലായിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. നമ്മൾ ഈ ഒരു സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഇതുപോലെ ഫുൾ കർട്ടൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതന്നെയാണ് കേട്ടോ ഈ റൂമിനെ ഒന്നുകൂടെ ഒരു വ്യത്യസ്തമാക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മുടെ കോട്ടിന് ഓപ്പോസിറ്റ് വോളിലായിട്ട്
ആയിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് നമുക്ക് ഷോക്കേസും ചെയ്യാൻ പറ്റുന്ന തരത്തിലും ഷെൽഫ് വരുന്നുണ്ട് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ ഫുൾ മിറർ കൊടുത്തിട്ടാണ് നമ്മുടെ മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ സീലിംഗിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഹെഡ് കോട്ടിന്റെ ആ ഒരു മുകളിലെ സീലിംഗിൽ നോക്കിയാൽ വുഡൻ തീമിൽ ഡിസൈൻ വന്നിട്ട് 2 സൈഡ് കോട്ടിന്റെ 2 വശത്തായിട്ടും 2 ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അപ്പൊ അതൊന്നും നോക്കില്ലേ, ബാത്റൂം നമ്മൾ താഴെ കണ്ടില്ലേ ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ വാഷ് ഏരിയന്റെ യൂണിറ്റും വരുന്നുണ്ട്. അപ്പൊ ഫൈനലി നമ്മൾ ഇനി ഇവിടുത്തെ ബാൽക്കണിയാണ് നോക്കുന്നത്. ബാൽക്കണി എന്ന് പറയാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ എൻഡിലായിട്ട് ഇതുപോലെ ജിയായിൽ ഈ ഒരു റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇവിടെ നിന്ന് പുറത്തോട്ട് നല്ലോണം വിസിബിൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റിയ ഒരു സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ദേ നമ്മൾ കണ്ട ആ ഒരു വിൻഡോ ഉണ്ടല്ലോ, ഇത് വന്നിട്ട് UPVC വിൻഡോ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നല്ല ഒരു വോൾ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാൽക്കണി. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു വീട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഏകദേശം ഒരു 8 ലക്ഷം രൂപന്റെ അടുത്താണ് നമ്മുടെ ഇന്റീരിയറിനൊക്കെ ആയിട്ടുള്ളത്. അപ്പൊ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് കമന്റ് ചെയ്തോളൂ. ഒപ്പം നിങ്ങളുടെ മനോഹരമായ വീടിന്റെ ഹോം ടൂർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.